സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് കാണുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്ത ആ ബ്രാൻഡ് അവർക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ആ വളരെ പോപ്പുലർ ആയുള്ള ഒപ്പീനിയൻ കൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ ടൈപ്പും നമ്മളെ സ്കിൻ ടൈപ്പും ഡിഫറൻ്റ് ആയിരിക്കാം. ശരിക്കും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ വാങ്ങുന്നതിന് പകരം ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ വേണ്ടേ ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൺസ്ക്രീൻ ആയാലും അങ്ങനെയല്ല, മോയ്സ്ചറൈസർ ഈ ആയാലും. സൺസ്ക്രീൻ പറയുന്നത് എപ്പോഴും ഡോക്ടേഴ്സിന്റെ ഇപ്പൊ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഗ്ലോബലി യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന എല്ലാ വ്യക്തികളും ഒരു ഡോക്ടറെ അടുത്ത് എത്തണമെന്നൊന്നുമില്ല. സോ സൺസ്ക്രീനിന്റെ കേസിൽ എപ്പോഴെപ്പോഴാന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതായത് സൂര്യ ഇപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുന്നത് അത് 250 ആയിക്കോട്ടെ 1000 രൂപയുടെ ആയിക്കോട്ടെ, സൂര്യക്ക് ചില സമയം 1000 രൂപയുടെ സൺസ്ക്രീൻ പറ്റണം എന്നില്ല എന്ന് പറഞ്ഞാൽ മുഖത്തിടുമ്പോൾ വളരെയധികം കറുപ്പടിക്കുന്നു, വളരെയധികം ഓയിലി ആവുന്നു, ഒലിച്ചിറങ്ങുന്നു, കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് അടിക്കുന്നു ഒക്കെയാണ് നോം. പക്ഷേ 250 രൂപയുടെ സൺസ്ക്രീൻ ചില സമയം സൂര്യക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ടാവും. സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ബ്രാൻഡ് ഉപയോഗിച്ചാലാണ് സൺ പ്രൊട്ടക്ഷൻ കിട്ടുക, ഈ ബ്രാൻഡ് ഉപയോഗിച്ചാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതല്ല. ട്രയൽ ആൻഡ് എറർ. ആ വ്യക്തിക്ക് ഏതാണ് 10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊന്നുമില്ല, 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ സ്കിൻ, ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ ഉള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ പെട്ടെന്ന് ഇടണം എന്നില്ല. കാരണം ശരീരം തന്നെ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതും ട്രയൽ ആൻഡ് എറർ. ആ വ്യക്തിക്ക് ഏതാണ് 10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊന്നുമില്ല, 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യാം, അത്രമാത്രം.